ലൈംഗിക പീഡന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ കണ്ടെത്താനാകാതെ പോലീസ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ ഒളിവിൽ തുടരാനുള്ള നീക്കമാണ് രാഹുൽ നടത്തുന്നത് എന്നാണ് വിവരം. ഇരയുടെ ചിത്രങ്ങളടക്കം വാട്സാപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പരാതിക്കാരിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ നിർദ്ദേശം നൽകിയ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം അശാസ്ത്രീയ ഗർഭചിത്രം നടത്തിയതിനു ശേഷം യുവതി ചികിത്സ തേടിയ തലസ്ഥാനത്തെ പ്രമുഖ ഡോക്ടറുടെ മൊഴിയും അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കേസിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ? വരുന്ന ബുധനാഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കാനിരിക്കുന്നത്. പക്ഷേ കോടതിയിൽ അതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ രാഹുലിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ചില തെളിവുകൾ, അത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചില തെളിവുകൾ അഭിഭാഷകൻ മുഖേന കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി ഈ ഇരയായ യുവതിക്കെതിരെ, പരാതിക്കാരിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം ആരംഭിച്ചത്. വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയാണ് ഈ ഇരയുടെ ചിത്രങ്ങളടക്കം അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളോടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കൃത്യമായ ഗ്രൂപ്പിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രചാരണം നടക്കുന്നതെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ആ ഗ്രൂപ്പിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ചർച്ചയിൽ ഈ യുവതിയെ ഏത് തരത്തിലാണ് അധിക്ഷേപിക്കേണ്ടത്, ഈ ചിത്രങ്ങൾ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നിർദ്ദേശം നൽകുന്ന അഡ്മിന്മാരുടെ നിർദ്ദേശങ്ങളടങ്ങിയ വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. ആ സ്ക്രീൻഷോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന് നിർദ്ദേശം നൽകിയ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരിലേക്ക് ഉടൻ തന്നെ അന്വേഷണം എത്തും. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ വൈകില്ലെന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം സുപ്രീം കോടതിയുടെ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ലൈംഗിക പീഡന പരാതികൾ നൽകുന്ന ഇരകളുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള വിശദാംശങ്ങളും മാധ്യമങ്ങളിലൂടെയോ അതല്ല മറ്റേതെങ്കിലും തരത്തിലോ അവരുടെ ഐഡന്റിറ്റി റിവീലാകുന്ന ഒരു വിവരങ്ങളും പങ്കുവെക്കാൻ പാടില്ല എന്നാണ് നിർദ്ദേശം. അത് മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ബോധപൂർവമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടെന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘം. അങ്ങനെയെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നവരെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് കൂടി ഉദ്യോഗസ്ഥർ വൈകാതെ തന്നെ കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയിലാണ് യുവതി 16 ആഴ്ച പ്രായമുണ്ടായിരുന്ന ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ ഗർഭചിത്രം നടത്തിയതിനു ശേഷം ചികിത്സ തേടിയത് തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഡോക്ടറുടെ അടുത്താണ്. ആ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്കിലും പോലീസിൻ്റെ ഒരു നടപടി മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോഴും ഒളിവിൽ തുടരുന്നത്. രാഹുൽ എവിടെയാണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിനും കഴിഞ്ഞിട്ടില്ല എന്നാണ് വിവരം. കാരണം മൊബൈൽ ഫോൺ പലപ്പോഴും പല ലൊക്കേഷനുകളിലാണ് സ്വിച്ച് ഓൺ ആകുകയും ഓഫ് ആകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭിഭാഷകനെ കാണാനായി തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം എത്തി വക്കാലത്തിൽ ഒപ്പിട്ട് മടങ്ങിപ്പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടേക്കാണ് പോയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച സൂചനകളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം അദ്ദേഹത്തോടൊപ്പമുള്ള സുഹൃത്തുക്കളെയും കൃത്യമായി തന്നെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന ചോദ്യത്തിന്, അതായത് മൊബൈൽ ഫോൺ ഉള്ള ലൊക്കേഷനിൽ തന്നെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ശരി, ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ നൽകിയത്. അതേസമയം രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിന് രണ്ടഭിപ്രായമില്ല എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായ അന്തരീക്ഷമാണെന്നും രാഹുൽ കേസ് ബാധിക്കില്ല എന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇല്ല, രണ്ടഭിപ്രായമില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എല്ലാ നേതാക്കളും ഒന്നിച്ചു ചേർന്നെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി ഒരു പരിപാടിയിലും കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് K മുരളീധരൻ. ഒളിവിൽ പോയവരെ കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. സസ്പെൻഷൻ പുറത്താക്കലിന് തുല്യമാണ്. കോൺഗ്രസ് രാഹുൽ അധ്യായം അടച്ചെന്നും K മുരളീധരൻ പ്രതികരിച്ചു. കോൺഗ്രസിലെ MLA-മാർ ഇപ്പോൾ പാർട്ടിയിലുള്ള MLA-മാർ ആരും ഒളിവിലല്ല, എല്ലാവരും ഫീൽഡിലുണ്ട്. പാർട്ടിയിലില്ലാത്ത ഞങ്ങൾ മാറ്റി നിർത്തി ആരെങ്കിലും ഒളിവിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട പോലീസാണ്. അത് ഞങ്ങളുടെ ജോലിയല്ല. സസ്പെൻഷൻ നടപടിയുള്ള ഒരാളുടെ എന്ത് നടപടിക്കും പാർട്ടി ഉത്തരവാദിത്വമില്ല. ഒളിവിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് സർക്കാരാണ്. ഇല്ല, അത് അദ്ദേഹം സ്വന്തം നിലയ്ക്കാണ്. ഇനി അങ്ങോട്ട് കയറ്റണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട് പാർട്ടി.
ഒരു സസ്പെൻഡ് ചെയ്ത ആൾക്കാരെ പങ്കെടുപ്പിക്കരുത് എന്ന് തന്നെയാണ് പാർട്ടി കൊടുത്തിട്ടുള്ള നിലപാട്. രാഹുൽ രാജിവെക്കണമോ വേണ്ടയോ എന്ന കാര്യം കോടതി നടപടിക്കനുസരിച്ച് പാർട്ടി തീരുമാനിക്കുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. രാഹുലിനെ ആരും പിന്തുണയ്ക്കുന്നില്ലെന്നും തങ്കപ്പൻ പറഞ്ഞു. പാർട്ടിയാണ് കൂടെ, ഞങ്ങൾ പാർട്ടി എടുത്ത നടപടിയുടെ കൂടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. അദ്ദേഹം വ്യക്തിപരമായി പോകുന്നതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ആർക്കും നടപടി എടുത്തുകൊണ്ട് ഒരു വിലക്ക് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല, ഇപ്പോഴും അപ്പോഴും എപ്പോഴും.